വിദ്യ, നമസ്കാരം. യെസ്, നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സത്യപ്രതിജ്ഞ കേട്ടു, നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ഒരു വനിതാ സാന്നിധ്യം. യെസ്, അപ്പോൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി കൂടി അഭിമാനിക്കുന്നു, ഒരു സ്ത്രീ ആണ് എന്നുള്ള ഘടകത്തിൽ കേട്ടോ. എല്ലാവർക്കും അറിയാൻ കൗതുകമുള്ള ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ മൊമെന്റിൽ എന്താണ് മനസ്സിലൂടെ പോയത്? ആരെങ്കിലും ആലോചിക്കുകയായിരുന്നോ? അതൊരു ഇനിയുള്ള 5 വർഷക്കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു പേടിയുണ്ടോ? അതോ ഒരു ആത്മവിശ്വാസം നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നോ? ആ മൊമെന്റിനെ ഒന്ന് വിവരിക്കൂ ആദ്യം. തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലം മണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ ഒരു നിമിഷവും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ പേടിയുണ്ടാവേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. മുമ്പ് കോർപ്പറേഷനിൽ 2 തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് തന്നെ ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ജീവിതത്തിൽ അസംബ്ലിയിൽ മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടുക, അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഒരു അവസരം തന്നു. അതിൽ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. എലത്തൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്ന് ജയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. പക്ഷേ അതിൽ മുന്നോട്ട് വരാൻ സാധിച്ചു. ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വലിയ പ്രചോദനവും നല്ല പ്രോത്സാഹനവുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മണ്ഡലത്തിലെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്ലാനിങ് മനസ്സിലിപ്പോൾ ഉണ്ട്. സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്തും എലത്തൂരിലെ ജനങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്.